വേദിയിലിരിക്കുന്ന വിശിഷ്ടരെ, മറ്റു സാഹിത്യപ്രേമികളെ, ശ്രീ ഏഴാച്ചേരി പരാമർശിച്ച പുറത്തേക്ക് പോയ വനിത എൻ്റെ സ്വന്തം ഭാര്യയാണ്. പക്ഷേ അതൊരു തെറ്റിദ്ധാരണ പുറത്തുണ്ടായത് ആവാനാണ് സാധ്യത. എൻ്റെ പ്രഭാഷണമാണ് അടുത്തത് എന്ന് കരുതി ആവണം പുറത്തേക്ക് പോയത്. കാര്യം എൻ്റെ സൃഷ്ടികൾ കഴിവതും അവോയ്ഡ് ചെയ്യും, എൻ്റെ പ്രഭാഷണങ്ങൾ അവോയ്ഡ് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികളിൽ പ്രമുഖയാണ് അദ്ദേഹം. മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ മലയാളത്തിൽ തുടങ്ങി വെച്ച ഒരു പുതിയ പ്രസ്ഥാനമുണ്ട്, കഥാകാവ്യം എന്ന് പറയും. അതായത് കഥ പറയും, അതിനുശേഷം അതൊരു കവിതയിൽ അതിൻ്റെ മോറൽ എല്ലാം കൂടെ സംക്ഷിപ്തമായിട്ട് 4 വരി ഒരു കവിതയിൽ അവസാനിക്കും. ഇത് ഓഡിയോ ആയിട്ട് ഇറക്കും, നാട്ടുകാർക്ക് മുഴുവൻ സർക്കുലേറ്റ് ചെയ്യും. ഇതാണ് കഥാകാവ്യ പ്രസ്ഥാനം. തൽക്കാലം ഞാൻ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ കഥാകാവ്യം ഇറങ്ങിയപ്പോൾ അതിനകത്ത് 1-2 കഥ ഞാൻ വൈഫിനെ കുറിച്ച് എഴുതാൻ തുടങ്ങി. കാര്യം ഞങ്ങളിങ്ങനെ യാത്ര എല്ലായിടവും കൊണ്ടുപോകും. പോകുന്ന വഴിക്ക് തിരിച്ച് ഫ്ലൈറ്റിൽ വരുന്ന വഴി ഞാൻ ഫ്ലൈറ്റിൽ ഇരുന്ന് ഈ കഥ എഴുതും. അന്ന് അവിടെ റെക്കോർഡ് ചെയ്യും, പബ്ലിഷ് ചെയ്യും. ഇതിന് ഭയങ്കര ഡിമാൻഡായി. അപ്പോൾ എനിക്കൊന്നും തോന്നുന്നു, കാര്യം ഈ എഴുത്തുകാരൻ എപ്പോഴും മാക്സിമം വ്യൂവർഷിപ്പ് കിട്ടുമ്പോഴാണ്, നല്ല റീഡർഷിപ്പ് കിട്ടുമ്പോഴാണല്ലോ സന്തോഷം വരുന്നത്. അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് എഴുതി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും പിന്നെ ഈ കഥ മതി. അപ്പോൾ അങ്ങനെ മിക്കവാറും ഈ കഥാകാവ്യം ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, മിക്കവാറും ഈ കഥാകാവ്യത്തിലെ മെയിൻ ഹീറോയിൻ ഇദ്ദേഹമാണ്. അപ്പോൾ എന്നേക്കാളും ഫോളോവർ ഉള്ളത് ഈ കഥയിലെ നായികയ്ക്കാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ 2 ദിവസത്തിന് മുമ്പ് തൃശ്ശൂർ ശ്രീ പ്രഭാവർമ്മ പറഞ്ഞ സാഹിത്യ സദസ്സ് കഴിഞ്ഞപ്പം എൻ്റെ പ്രഭാഷണം കഴിഞ്ഞ് ഞാൻ പുറത്തുനിന്ന് എങ്ങനെയുണ്ടായിരുന്നു? മറുപടി, ശ്രീ പ്രഭാവർമ്മയുടെ പ്രഭാഷണം അത്യുഗ്രൻ. എങ്ങനെയുണ്ട്? അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന മോട്ടിവേഷൻ. ഞാൻ എൻ്റെ ഭാഷാ സാഹിത്യത്തിൽ എൻ്റെ സ്ഥാനം ഞാൻ കംപ്ലീറ്റ്ലി വേറെ റൂട്ടിലാണ്. ഇവിടെ ഇരിക്കുന്ന മഹാരഥന്മാരുമായിട്ടൊന്നും ഒരു സാമ്യമില്ല. കാര്യം ഞാൻ ജനിച്ചു വീണത് ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറിലാണ്. എൻ്റെ വീടെന്ന് വെച്ചാൽ ഒരു സംസ്കൃത കോളേജായിരുന്നു. എൻ്റെ അച്ഛൻ ശാസ്ത്രി, അമ്മ ശാസ്ത്രി കഴിഞ്ഞിട്ട് 5 വർഷം സംസ്കൃതത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മഹോപാധ്യായയിൽ വ്യാകരണത്തിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിയ പാർട്ടി. അത് ഈ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തുടങ്ങിയൊരു കോഴ്സാണിത്. ഇവിടുത്തെ ട്രിവാൻഡ്രത്താണ്. ഭയങ്കര ശക്തിയായ രാഷ്ട്രീയക്കാരിയായിരുന്നു. ഒരു പക്ഷേ മലയാളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രിയാവേണ്ട വ്യക്തിയായിരുന്നു. നമ്മുടെ മഹാത്മാഗാന്ധി മരിച്ചപ്പോൾ ഇവിടുത്തെ വനിതകളെ മുഴുവൻ, അന്ന് കൂടെ താമസിക്കുന്ന KR ഗൗരി, സുശീല ഗോപാലിനും ഇവരൊക്കെയാണ് കൂടെ താമസിക്കുന്നത്. ഐഷ ഭായിയൊക്കെ അമ്മയുടെ റൂംമേറ്റ്സ് ആയിരുന്നു. ഇവരെ നയിച്ച വ്യക്തിയായിരുന്നു. പക്ഷേ ചില കാരണങ്ങളാൽ അമ്മ മാറി. പക്ഷേ ഈ സാഹിത്യം വീട്ടിലേക്ക് വന്നിട്ട് ഇവിടുത്തെ സംസ്കൃത കോളേജിലെ കുട്ടികൾ വരെ സംസ്കൃതം പഠിക്കാൻ വീട്ടിലാണ് വരുന്നത്. അപ്പം ഞങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഈ അത്താഴം കിട്ടണമെങ്കിൽ ഒരു സംസ്കൃത ശ്ലോകം വൈകിട്ട് പഠിച്ച് കേൾപ്പിച്ചില്ലെങ്കിൽ അത്താഴം കിട്ടത്തില്ല. അതായിരുന്നു അവസ്ഥ. അപ്പം വീട്ടിൽ പക്ഷേ അച്ഛനും അമ്മയായിട്ട്, അമ്മ ഭയങ്കര ഫെമിനിസ്റ്റ് ആണെന്നില്ല, അച്ഛൻ പറയുന്നതെല്ലാം കേൾക്കും. ഒരു കാര്യത്തിൽ മാത്രമേ അമ്മ എപ്പോഴും ഇവർ തമ്മിൽ തർക്കിച്ച് ഞാൻ കണ്ടിട്ടുള്ളൂ. അച്ഛൻ വീട്ടിലൊരു പ്രസിദ്ധീകരണം വരുത്തും. അച്ഛൻ ഇത് ഈ റിട്ടയർമെൻറ്റ് സമയത്ത് ഇത് വായിച്ച് രസിക്കുവാനായിട്ട് ഒരു പ്രസിദ്ധീകരണം വായിക്കും. ഞങ്ങളൊക്കെ കയറി ഇത് വായിക്കും. അമ്മയ്ക്കിത് കാണുമ്പോൾ തൊട്ട് ദേഷ്യമാണ്. അമ്മ ഈ വീക്കെൻഡ് ആകുമ്പോൾ, അമ്മയ്ക്ക് സമയം കിട്ടുന്ന വീക്കെൻഡാണ്, ഞങ്ങളെ കൊണ്ട് അവിടെ ഒരു ലൈബ്രറി ഉണ്ട്. അത് ടൗണിലെ ലൈബ്രറിയിലാണ് എല്ലാ മാഗസിനും ഉള്ളത്. അവിടെ പോയിട്ട് ഞാൻ ആദ്യമായിട്ട് കലാകൗമുദി ഒരാൾ വായിക്കുന്ന കാണുന്നത് എൻ്റെ അമ്മയാണ്. അപ്പോൾ അന്ന് അമ്മ എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ട്, കലാകൗമുദിയും കേരള കൗമുദിയും ഒരേ കുടുംബത്തിലാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മയാണ് എന്നെ ഈ കവിത എഴുതാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ സ്കൂളിൽ ഒരു കവിത എഴുതി ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയ ഉടനെ കേരള കൗമുദിയിൽ ആദ്യമായിട്ട് എന്നെക്കുറിച്ച് ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫസ്റ്റ് കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ത്രില്ലായി. അപ്പം ഞാൻ ഇങ്ങനെ കോറിലേറ്റ് ചെയ്ത് ഇതിൻ്റെ സിസ്റ്റർ ഇത് കലാകൗമുദി, എൻ്റെ അമ്മ വായിക്കുന്ന മാഗസിൻ. അങ്ങനെയാണ് ഞാനും ഈ കലാകൗമുദി കടിച്ചപ്പെട്ടാത്ത സാധനം ഇത് ചെറുപ്പത്തിലല്ലേ നമ്മളിത് വായിച്ചു തുടങ്ങുമ്പം ആദ്യമായിട്ട് കലാകൗമുദി വായിച്ചു തുടങ്ങുന്നത് അപ്പോഴാണ് ഞാൻ മനസ്സിലായത് ഈ ദർ ഇസ് എ ബിഗ് ഡിഫറൻസ് ബിറ്റ്വീൻ ഈ പ്രസിദ്ധീകരണവും കലാകൗമുദിയും തമ്മിലൊരു വ്യത്യാസമുണ്ടെന്ന്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോഴാണ് കലാകൗമുദി എന്തൊരു മനോഹരമായ പേരാണ്. ഞാൻ ഇങ്ങനെ ഈ ഭാഷ നമ്മൾ പഠിച്ചു വരുമ്പോഴാണ് ഈ കലയെ മാറ്റിയിട്ട് നമ്മൾ കലാഭൂമിയെന്നോ കലാരമയെന്നോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും കലാകൗമുദിയുടെ ഒരു ആ ലാളിത്യമോ അല്ലെങ്കിൽ ആ ഒരു പ്രകാശമോ നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. ആ ചന്ദ്രിക വരുത്തുന്ന ആ ഒരു പദം തന്നെ എത്ര മനോഹരമാണ്. പിന്നീട് ഞാൻ വായിച്ച് വളർന്നു. അപ്പം എനിക്കറിയില്ല ഇവിടെ എല്ലാവരും വായിക്കുന്നുണ്ടെങ്കിൽ എത്ര പേര് വായിച്ച് വളരുന്നുണ്ട് എനിക്ക് അറിയില്ല. കാര്യം വായിച്ച് നമ്മൾ വളരുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഞാൻ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് ഈ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ മാഗസിൻസിനും പത്രത്തിനുമൊക്കെ ഒരു പേരുണ്ട്. ഈ പേരിന് ജാതി മതവും മിക്കവാറും ഇല്ല. 1-2 എണ്ണം ചിലപ്പോൾ കേട്ടാൽ നമുക്ക് ചെറുതായിട്ടൊരു മതത്തിൻ്റെ ഛായയോ മറ്റോ തോന്നും. ജാതി നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ നമ്മൾ പഠിച്ചേക്കുന്ന മൂലകങ്ങളുടെ പേരും
ആൽഫ ബീറ്റ ഗാമ ഇതിനൊന്നും ജാതി മതമില്ല. പക്ഷേ നമ്മൾ കിട്ടിയേക്കുന്ന എല്ലാ പേരുകളിലും ജാതിയോ മതവും ഉണ്ടാവും. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇയാളിൻ്റെ മതമാണ്. ഏതോ ഭാഗ്യത്തിന് എൻ്റെ വീട്ടിൽ ആർക്കും ഈ ഒരു വലിയ പ്രശ്നമില്ല. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ പേര്, എൻ്റെ ജാതി മതം ആർക്കും ഇന്ന് വരെ എൻ്റെ കൂടെ പഠിച്ച് പലർക്കും അറിയാൻ പറ്റത്തില്ലായിരുന്നു. അത് വലിയ പ്രശ്നമായിരുന്നു. ഈ സ്വജാതിയിലും സ്വമതത്തിലുള്ള പിള്ളേർ നമ്മളെ നോക്കത്തുമില്ല. മറ്റുള്ളവർ നോക്കി വന്നു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ കാര്യങ്ങൾ അറിയുമ്പോഴത്തേക്ക് അവരവരുടെ വഴിക്കും പോകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഈ ഇതിന് ഉണ്ട്. പക്ഷേ ഞാൻ നിർബന്ധമായിട്ടും ഈ ജാതി മതത്തിൽ നിന്ന് കംപ്ലീറ്റ്ലി അങ്ങ് മാറി. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ട് നമ്മൾ ഈ വായിച്ച് വളരുന്നവർ എന്തുകൊണ്ട് അടുത്ത തലമുറ വരുമ്പോഴും ഇത് ആവർത്തിക്കുന്നു? ഇവർക്ക് ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള ഈ പത്രങ്ങളുടെയോ മാഗസിൻസിൻ്റെയോ ഈ സയൻസിലെ പദങ്ങളൊക്കെ കൊടുത്തുകൂടെ? ഈ പേരിലെങ്കിലും ജാതി മതം വേണ്ട എന്ന് നമുക്ക് വെച്ചുകൂടെ? പക്ഷേ ഈ തലമുറയായിട്ട് ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവസാനം ഞാൻ തീരുമാനിച്ചു, എൻ്റെ മക്കൾ വരുമ്പം ഇത് പാടില്ല. അമ്പലവാസിയായ എൻ്റെ ഭാര്യ അതും ബ്രേക്ക് ചെയ്ത് എനിക്ക് ഇരട്ട കുട്ടികളായി. ഗുരുവായൂർ അമ്പലത്തിൽ 2 മെയിൻ വാക്കുകൾ തന്നെ എടുത്തങ്ങ് ഉപയോഗിച്ചു. പിന്നെ നമുക്ക് ആകെ ചെയ്യാവുന്ന ഒരു ചെല്ലപ്പേരിടുക, അങ്ങനെ ഇട്ട പേരാണ് നിയ നിമ. പേര് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ. ഇതിനെ ഞാനങ്ങ് ബ്രാൻഡ് ചെയ്ത് ഈവൻ കല്യാണക്കുറിയിൽ വരെ അവസാനം ഈ പേര് ആക്കി. ഇപ്പോൾ ആർക്കും അറിയത്തില്ല, എൻ്റെ ഒറിജിനൽ പേര് അറിയാത്ത രീതിയിലാക്കി. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ വായിച്ച് വളർന്നു വരുമ്പോൾ നമുക്ക് വളർച്ച ഫീൽ ചെയ്യണമെങ്കിൽ ഇത്തരം മാറ്റങ്ങൾ വരണം. അല്ലെങ്കിൽ നമ്മളുടെ ആ വായനയ്ക്കൊരു ഫലം ഉണ്ടാവാതെ പലപ്പോഴും വരും. എനിക്ക് സ്വയം എന്നോട് തന്നെ ഒരു എണീറ്റ് നിന്ന് കൈ കൊടുക്കാൻ തോന്നുന്ന ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. ഭാഷയിലും എനിക്ക് ഇപ്പോഴും തോന്നാറുള്ളത് എന്തെങ്കിലും വേറിട്ട് ചെയ്യണം. ഒരുപക്ഷെ എൻ്റെ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് മലയാളം വായിക്കാൻ അറിയാത്തവരുടെ സ്വന്തം കവിയായിട്ടാണ്. കാര്യം എൻ്റെ കവിത 4 വരിയേ ഉള്ളൂ. ഇത് വായിക്കേണ്ട കാര്യമില്ല. കാര്യം ഇത് തന്നെ ഓഡിയോ ആയിട്ട് മിക്കവാറും ചിലതൊക്കെ ഞാൻ തന്നെ പാടും, അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട്. ഇപ്പം പുതിയ AI ഉള്ളതുകൊണ്ട് വളരെ ഈസിയാണ്. ഇത് ഓഡിയോ ആയിട്ട് ഇറക്കുമ്പോൾ മിക്കവാറും എല്ലാ ഫോളോവേഴ്സും, കാര്യം നമുക്കിത് ഓൺലൈൻ ആയത് കാരണം ഇതിൻ്റെ ആപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. അത് കാരണം 1,00,000 കൂടുതലൊക്കെ ആൾക്കാർ സ്ഥിരമായിട്ട് ഡെയിലി ഫോളോ ചെയ്യുന്നൊരു സാധനമൊക്കെ. ഇതിൽ മിക്കവാറും ബഹുഭൂരിപക്ഷവും എസ്പെഷ്യലി വിദേശത്തുള്ളവരാണ്. ഇവർക്ക് ആർക്കും മലയാളം വായിക്കാൻ അറിയില്ല, പക്ഷേ ഇവർ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. കഥാകവിത്വത്തിനാണ് ഏറ്റവും കൂടുതൽ അതിനെങ്കിൽ അതിനകത്ത് കുറേ തമാശയും കൂടെ ഉണ്ട്. അത് കാരണം നല്ല അതിനകത്തൊരു അണുകവിതയിലാണ് എൻഡ് ചെയ്യുന്നത് തന്നെ. അപ്പം ഈ ഓഡിയോ ഉള്ളത് കൊണ്ട് വളരെ ഈസിയാണ് ഇവർക്ക്. കാര്യം വായിക്കാൻ അറിയാത്തവർക്കും ഇത് ഫോളോ ചെയ്യാം. പിന്നീട് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഞാൻ സാഹിത്യരംഗത്തിന് കൊടുത്തേക്കുന്നത് അമ്മ പഠിപ്പിച്ചതാണ് എങ്ങനെ പുതിയ വാക്കുകൾ ഉണ്ടാക്കേണ്ടതെന്ന്. 3000-ലധികം വാക്കുകൾ ഇതിനകം മലയാള ഭാഷയ്ക്ക് ഞാൻ സംഭാവന കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ അതാണ്. പക്ഷേ സിനിമയിൽ ഞാൻ ചെയ്ത പോലെ തന്നെ എല്ലാവരും സൃഷ്ടിയുടെ പുറകെ പോയപ്പോൾ ഞാൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി പോയി. അവിടെ ഞാൻ കണ്ടെത്തിയ ഏറ്റവും വലിയ കാര്യം, ഇതിൻ്റെ ഫീഡ്ബാക്ക് എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അടുത്ത തലമുറ മലയാളത്തിൽ നിന്ന് അകന്നകന്ന് പോകുന്നു. അങ്ങനെയാണ് വായനാശീലം എങ്ങനെ വളർത്താമെന്നുള്ള രീതിയിൽ എന്നെക്കൊണ്ട് ഇപ്പോൾ ലോകത്തിലെല്ലാവരെയും മലയാളം പഠിപ്പിക്കാൻ പറ്റില്ല, പക്ഷേ അല്ലെ ഭാഷ പഠിപ്പിക്കാൻ പറ്റില്ല, വായനാശീലം പഠിപ്പിക്കാൻ പറ്റില്ല. എങ്കിലും ഐ സ്റ്റാർട്ടഡ് എ ഡ്രൈവ്. അതൊരു 2 വർഷത്തിന് മുമ്പ് തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ്. ഇന്ന് ഞങ്ങളുടെ എംപ്ലോയീസിൻ്റെ എല്ലാ മക്കളെ അവരുടെ മെൻറ്റർ ചെയ്യാനാണ്. ഓൺലൈനിലാണ്, എല്ലാ മാസവും ക്ലാസ് ഉണ്ട്. അവരുടെ ഒരു അസൈൻമെൻറ്റാണ്, അവർക്ക് നിർബന്ധമായിട്ട് ഒരു പുസ്തകം അവരെല്ലാവരും എല്ലാ മാസവും സെലക്ട് ചെയ്ത് വായിക്കണം, അതിൻ്റെ റിവ്യൂ എഴുതണം. വായിക്കാതിരുന്ന കുട്ടികളെല്ലാം വായനക്കാരായി. അപ്പം ഞാൻ അവർക്ക് വളരെ എങ്ങനെയാണ്, കാര്യം ഓരോരുത്തരുടെയും ടേസ്റ്റ് ഡിഫറൻ്റ് അല്ലേ, അപ്പോൾ അതും എങ്ങനെ കണ്ടുപിടിക്കാൻ AI സഹായത്തോടു കൂടി ഇതിനെ ക്രിസ്പി ആക്കുക. ആദ്യം വളരെ 5 മിനിറ്റോ 10 മിനിറ്റോ കൊണ്ട് നിങ്ങൾ ഷോർട്ടാക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ഫീൽഡാണെങ്കിൽ എടുത്ത് വായിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പുസ്തകത്തിൻ്റെ അവസാനം നോക്കുക. അതിനകത്ത് ടേക്ക് അവേ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കേണ്ടതെന്ന് പറയും. കാര്യം പലപ്പോഴും നമ്മൾ 10-200 പേജ് കുറേ സമയം കളഞ്ഞ് വായിച്ചു കഴിയുമ്പോഴാണ് അതിനകത്ത് ഒന്നുമില്ല എന്ന് മനസ്സിലാവുന്നത്. അത് എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം. ഒരു സമയത്തിനെ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് തിരിച്ചെന്തെങ്കിലും കിട്ടണം, അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ നമുക്കൊന്നും ഇല്ലാതെ പോയി കുറച്ച് സമയം നമ്മൾ വേസ്റ്റാക്കി. അപ്പോൾ അത് ഈ കുട്ടികൾക്ക് ഉണ്ടാവരുതെന്ന് കരുതിയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ അതിനകത്ത് ടേക്ക് അവേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുക. ഈ കുട്ടികൾ ഈ മോഡലിലാണ് വായിച്ചു തുടങ്ങിയത്. പക്ഷേ ഇതിൻ്റെ എഫക്റ്റ് എവിടെയാണെന്ന് അറിഞ്ഞത് ഞാൻ 2 ദിവസം മുമ്പ്. മിനിഞ്ഞാന്ന് പാലക്കാട് ഒരു സാഹിത്യ ചർച്ച ഉണ്ടായിരുന്നു, എൻ്റെ ബുക്സിനെ കുറിച്ചുള്ളൊരു ചർച്ചയായിരുന്നു, പാലക്കാട് പബ്ലിക് ലൈബ്രറിയിൽ. അവിടെ വെച്ച് ഞാൻ 2 വർഷത്തിന് മുമ്പ് അട്ടപ്പാടിയിൽ ഏറ്റവും ട്രൈബൽ മേഖലയിൽ ഒരു സ്കൂളിൽ വായനാശീലം വളർത്തുന്ന ഒരു പദ്ധതിയുമായിട്ട് അവിടെ ചെന്ന് എല്ലാ ക്ലാസ്സിലെ കുട്ടികൾക്കും വായിക്കാൻ പത്രങ്ങൾ കൊടുക്കുന്നൊരു ചടങ്ങായിരുന്നു. അവിടെ ഞങ്ങളൊരു എഡ്യൂക്കേഷൻ റെവല്യൂഷൻ തുടങ്ങാനുള്ളൊരു പ്രോജക്റ്റ് തുടങ്ങി. അതിലൊന്നായിരുന്നു ഈ വായനാശീലം വളർത്തുക. അവിടെ നിന്നൊരു കുട്ടി എന്നെ കാണാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നു. 250 പേരുണ്ടായിരുന്നു അവിടെ. ഒരു കുട്ടി ഈ സ്കൂളിൽ നിന്ന് വന്നു. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ അമ്മയുടെ പുസ്തകം, കസ്തൂരി ശലഭം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്, അമ്മയുടെ പേര് കസ്തൂരി എന്നാണ്.
അപ്പം അവിടെ വെച്ചിട്ട് ഈ പുസ്തകത്തിനെ കുറിച്ചുള്ള ചർച്ച നടക്കുകയാണ്. എല്ലാവരും വന്ന് ഈ പുസ്തകത്തിനെ കുറിച്ച് പലതും പറഞ്ഞപ്പം ഈ കുട്ടി 9ാം ക്ലാസ്സിൽ മറ്റോ പഠിക്കുന്നത് കുട്ടി ഉടൻ തന്നെ ചെയ്തത് അവരുടെ പേരൻറ്റിൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ എടുത്തിട്ട് AI ഉപയോഗിച്ചുകൊണ്ട് ഇത് സർഫ് ചെയ്തിട്ട് അതിനകത്ത് അതിനാവശ്യമുള്ളത് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പ്രോഗ്രാം തീരുന്നതിന് മുമ്പ് വന്ന് മൈക്ക് എടുത്തിട്ട് പറയുകയാണ്, ഇത് ഞാൻ വായിക്കാൻ തീരുമാനിച്ചു. അപ്പം ഞാൻ ഇതാണ് AI നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ള പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഞാൻ സംസാരിച്ച അക്കൂട്ടത്തിലാണ് ഞാനും ശ്രീ പ്രഭാവർമ്മയും. മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ചടങ്ങിൽ പോയിട്ട് ഇതൊന്നും വായനാശീലം വളർത്താൻ AI ഉപയോഗിക്കണമെന്ന് പറഞ്ഞേ ഉള്ളൂ. ശ്രീ പ്രഭാവർമ്മ വന്നിട്ട് വളരെ മനോഹരമായിട്ടാണ് അതിനെ AI ടേക്ക് ഓവർ ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷേ ഇത് കഴിഞ്ഞ് വന്ന ആൾക്കാരെല്ലാം കൂടെ കയറിയിട്ട് ആ ചടങ്ങ് മൊത്തം ആക്ച്വലി ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്നാണ് തോന്നുന്നത്. കാര്യം പിന്നെ AIയുടെ ചർച്ച അവിടെ നടന്നത്. പരിപാടി നന്നായോ മോശമായോ എന്ന് അറിയില്ല. പക്ഷെ നമ്മൾ തിരിച്ചറിയണം, AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വായനക്കാരെ സൃഷ്ടിക്കാൻ പറ്റും. ഒരുപാട് സാധ്യതകളാണ്. അല്ലാതെ AI കവിത എഴുതും, എഴുത്തുകാർക്ക് സ്ഥാനമില്ലാതാവുന്നല്ല. എഴുത്തുകാർക്ക് AI ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം പ്രൂഫ് റീഡിങ് തന്നെ ഏറ്റവും നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിനകത്തൊരു മിസ്റ്റേക്ക് ഇല്ല. ഒരു പുസ്തകം മുഴുവൻ ഏറ്റവും നല്ല പ്രൂഫ് റീഡറെ കൊടുത്താൽ പോലും അതിനകത്ത് അക്ഷരപിശാചി കയറി വരും. അതേസമയം നമ്മൾ എഴുതിയ കാര്യം AI കൊടുത്തു കഴിഞ്ഞാൽ 2 സെക്കൻഡിനകത്താണ് ഒരു മിസ്റ്റേക്ക് ഇല്ലാത്ത രീതിയിൽ കറക്റ്റ് ചെയ്ത് വരും. കാര്യം പ്രൂഫ് റീഡിങ്ങിന് വേണ്ടിയുള്ള AI ടൂൾസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. ഇത് ഈ കുട്ടി ചെയ്തതുപോലെ ഷോർട്ടായിട്ട് 100 കണക്കിന് പുസ്തകത്തിൽ ഏത് ഞാൻ വായിക്കണം, അതിനകത്ത് ടേക്ക് അവേ ഉണ്ടോ എന്നറിയണമെങ്കിൽ കണ്ടുപിടിക്കാൻ സമയം ലാഭിക്കാനുള്ള ഒരുപാട് മാർഗ്ഗമുണ്ട്. അപ്പോൾ ഇത്തരം മെത്തേഡ്സിൽ AIക്ക് ഒരുപാട് സാധ്യതയുണ്ട്. അപ്പം ആ മേഖലയിൽ എങ്ങനെ വായനാശീലം കൂട്ടാം, ഇത്തരം പ്രവൃത്തിയിലാണ് ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഇതുവരെ സാഹിത്യ ചർച്ചകളിലൊന്നും നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റാത്തത്. സമയക്കുറവുണ്ട്. എങ്കിലും എപ്പോഴൊക്കെ നാട്ടിലുണ്ടോ ഇതുപോലുള്ള ചർച്ചകൾ തീർച്ചയായിട്ടും വരും. എന്തെങ്കിലുമൊക്കെ പങ്കെടുക്കാം. നമ്മുടെ അനുഭവങ്ങളും പറയാം, നിങ്ങളുടെ അനുഭവങ്ങളും കേൾക്കാം. കാര്യം സാഹിത്യത്തിന് ഒരു ദിശയേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നീങ്ങാം. അക്കൂട്ടത്തിൽ ഇതുപോലൊരു അംഗീകാരം കിട്ടിയത് എല്ലാ അംഗീകാരങ്ങളും നമുക്ക് സന്തോഷം തരും. തീർച്ചയായിട്ടും സാഹിത്യരംഗത്ത് നിന്ന് കിട്ടുന്ന ഈ ഒരു അംഗീകാരത്തിന് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ അമ്മ ഇഷ്ടപ്പെട്ട ഒരു മാഗസിൻ, ഞാൻ വായിച്ചു തുടങ്ങിയ കാലത്തെ സീരിയസ് ആയിട്ട് കണ്ട ഒരു മാഗസിൻ, അതിൽ നിന്നും കിട്ടുന്ന ഈ ഒരു പുരസ്കാരത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.